ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ BOB കാർഡിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ്. അപ്ഗ്രേഡ് എന്ന് പറയാൻ പറ്റില്ല, ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ ഡീവാല്യൂഷൻ എന്നൊക്കെ പറയാം. നമ്മുടെ എയർപോർട്ട് ലോഞ്ചസിൻ്റെ സൈഡിലേക്കാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ബാക്കി എല്ലാ ക്രെഡിറ്റ് കാർഡുകൾക്കും ഇപ്പോൾ നമ്മുടെ എയർപോർട്ട് ലോഞ്ചസിൻ്റെ സൈഡിൽ ഡീവാല്യൂഷൻ ഉണ്ടാകുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇത്രയും കാലം BOB കാർഡിന് ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ആ ഡീഗ്രഡേഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല എയർപോർട്ട് ലോഞ്ചസിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ അത് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ജനുവരി 1 തൊട്ടാണ്, ജനുവരി 1 2025 തൊട്ടാണ് ഇത് എഫക്റ്റീവ് ആവുക. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്താ പറയുക, എയർപോർട്ട് ലോഞ്ചസ് കിട്ടണമെങ്കിൽ നമ്മൾ ആ കാർഡ് കൊണ്ട് പ്രീവിയസ് ക്വാർട്ടറിൽ ഇത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നതാണ് ലിമിറ്റ്. നോർമലി നിങ്ങളെല്ലാ ICICI കാർഡ് ആയിക്കോട്ടെ, ആക്സിസ് ബാങ്ക് ആയിക്കോട്ടെ, എല്ലാത്തിലും ഇതേ സംഭവം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ കൊണ്ടുവന്നേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രീമിയം കാർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് മിനിമം സ്പെൻഡ് 40,000 സ്പെൻഡ് ചെയ്യണം. മിഡ് റേഞ്ച് അല്ലെങ്കിൽ അതർ ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ ആണെങ്കിൽ 20,000 രൂപ സ്പെൻഡ് ചെയ്യണം. അതായത് പ്രീവിയസ് ക്വാർട്ടറിൽ നിങ്ങൾക്ക് ഫ്രീ എയർപോർട്ട് ലോഞ്ചസ് കിട്ടണം കേട്ടാ. അപ്പോൾ അത് ഏത് കാർഡ്, 40,000 രൂപ വരുന്ന കാർഡ് എന്ന് പറയുന്നത് ഇറ്റേണ കാർഡ്, അതുപോലെ തന്നെ ICAMI 1, TIARA, ICSI ഡയമണ്ട്, വരുൺ പ്രീമിയം, അതൊക്കെയാണ്. 20,000 രൂപയുടെ കാർഡിൽ വരുന്നത് നമ്മുടെ HPCL, പ്രീമിയർ, അതുപോലെ തന്നെ നമ്മുടെ സ്നാപ്ഡീൽ, ബാക്കി എല്ലാ എൻട്രി ലെവൽ കാർഡുകളിലൊക്കെ ആ കാറ്റഗറിയിൽ വരും കേട്ടോ. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് വന്നേക്കുന്ന ഒരു റിവിഷൻ. നമ്മുടെ BOB കാർഡിലത്തെ ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചസ് പ്രോഗ്രാമിൽ വന്നേക്കുന്ന ഒരു റിവിഷൻ അല്ലെങ്കിൽ ഒരു ഡിവാലുവേഷൻ എന്നൊക്കെ പറയാം. നോർമലി ബാക്കി എല്ലാ കാർഡിലും വന്നപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഇത്ര കാലം ഉണ്ടായിരുന്നില്ല. അതന്നെ വേറൊരു കാര്യം, അതിനൊരു പ്ലസ് പോയിന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇത് വരാൻ പോകുന്നത് ജനുവരി അടുത്ത കൊല്ലം തൊട്ടാണ്. അപ്പോൾ അതും ഒരു എന്താ പറയുക, ഒരു നല്ലൊരു കാര്യം എന്ന് വേണമെങ്കിൽ പറയാം. അതിന് ഉള്ളിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ മാസം എന്തായാലും ന്യൂ ഇയറിന് മുമ്പൊക്കെ നിങ്ങൾ ചിലപ്പോൾ എയർപോർട്ട് ഫീച്ചറൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതുവരെ നിങ്ങൾക്ക് എടുക്കാം. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത കൊല്ലം തൊട്ടാണ് ശരിക്കും വരുള്ളൂ. അപ്പോൾ അതുവരെ എടുക്കാം. അതൊരു നല്ല കാര്യം തന്നെയാണ്. ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആയിട്ട് എന്തായാലും അവർ കൊണ്ടുവന്നിട്ടില്ല. അതന്നെ ഒരു ഭാഗ്യം. അപ്പോൾ BOB കാർഡുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, BOB ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാത്തവർക്ക് നമ്മുടെ സെറ്റപ്പിൻ്റെ റെഫർ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ മറക്കണം. നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ റെഫർ ലിങ്കാണ് സെറ്റപ്പിൻ്റെ കേട്ടോ, മറക്കണ്ട. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 3 കാർഡാണ്, 2 കാർഡാണ് നമ്മുടെ BOB കാർഡ് ഞാൻ ഉപയോഗിക്കുന്നത്. HPCL കാർഡും അതുപോലെ തന്നെ സ്നാപ്ഡീൽ കാർഡും. അപ്പോൾ സ്നാപ്ഡീൽ കാർഡാണ് ഞാൻ മെയിൻലി ഉപയോഗിക്കുക. HPCL ഭയങ്കര റയറാണ്. പിന്നെ 2 രൂപ വരുന്നുണ്ട്. അപ്പോൾ 2 നമുക്ക് വേണമെങ്കിൽ നമ്മുടെ എന്താ പറയുക UPI ആപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ വേറെ കാര്യം BOB കാർഡാണ് ഞാൻ സ്നാപ്ഡീലിൻ്റെ കാർഡാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. വെച്ചാൽ നമുക്ക് അതിൽ 1% ക്യാഷ് ബാക്ക് എല്ലാ ട്രാൻസാക്ഷനും വരുന്നുണ്ട്. അത് UPI അക്കൗണ്ടും എല്ലാത്തിനും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഉപയോഗിക്കാറുണ്ട്. 259 രൂപ പ്ലസ് GSTക്കാണ് നമുക്ക് സ്നാപ്ഡീൽ കാർഡിന് വരിക. നിങ്ങൾ സ്നാപ്ഡീൽ ആപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 5% ക്യാഷ് ബാക്ക് ഒക്കെ അതിൽ കിട്ടും. അതല്ലാണ്ട് വേറെ സ്പെസിഫിക് സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾ BOB കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുമല്ലോ, എന്തായാലും ഈ സാധനം അത്യാവശ്യം ടൈം എടുക്കും. എനിക്ക് ആക്ച്വലി കാർഡ് കിട്ടിയത് 1 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇവരുടെ ഭയങ്കര സ്ലോ, അതുപോലെ തന്നെ അവരുടെ കസ്റ്റമർ കെയറിനെ കിട്ടാനൊക്കെ ഭയങ്കര പാടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടണമെന്ന് വിചാരിച്ചാൽ BOB കാർഡ് കിട്ടാൻ ഭയങ്കര ചാൻസ് കുറവുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്താലും ചിലപ്പോൾ റെസ്പോൺസ് ഒക്കെ വരുന്ന 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും റെസ്പോൺസ് വരും. അത് ഒരു സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങൾ അത് റിജക്റ്റ് ആയി അങ്ങനെ വിചാരിക്കേണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് കോണത്തിൽ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ വന്നാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.